ലോക മനുഷ്യാവകാശ ദിനമായി ഇന്ന് സംസാരിക്കേണ്ടി വരുന്ന അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ നേരിടേണ്ടി വരുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചാണ്. ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ചാണ്. അവിടെ ന്യൂനപക്ഷ കുരുതിയാണ്. അവരുടെ ആരാധനാലയങ്ങൾ കയ്യേറപ്പെടുന്നു, നശിപ്പിക്കപ്പെടുന്നു. പ്രാർത്ഥനാ സ്വാതന്ത്ര്യവും മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. വ്യാജ പ്രചാരണങ്ങളിലൂടെയും നിർമ്മിത വീഡിയോകളിലൂടെയും ന്യൂനപക്ഷങ്ങളുടെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ ലക്ഷ്യം വെച്ചും ടാർഗറ്റഡ് അറ്റാക്കാണ്. ഗതികെട്ട് പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നവരെ പുറം ലോകം കാണാത്തവണ്ണം ഭരണകൂടം അകത്താക്കുന്നു. ആയുധം സെഡീഷൻ അഥവാ രാജ്യദ്രോഹ കുറ്റം. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷ വർഗീയ വക്താക്കളുടെ ക്രൂരമായ ഹേറ്റ് ക്യാമ്പയിൻ, വിഷവാക്കുകൾ, വിദ്വേഷ പ്രസ്താവനകൾ നിർബാധം തുടരുകയുമാണ്. ന്യൂനപക്ഷങ്ങളെ അരികുവൽക്കരിച്ച് അപരവൽക്കരിച്ച് രാജ്യത്തിന്റെ ശത്രുക്കൾ എന്ന നിലയ്ക്കുള്ള ചാപ്പകുത്തലാണ് അവിടെ. ഷേഖ് ഹസീനയുടെ പതനത്തിന് പിന്നാലെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് ഭൂരിപക്ഷ ഏകീകരണത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നികൃഷ്ട നീക്കങ്ങളും നിർബാധം തുടരുകയാണ്. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയെ പ്രണയിച്ചതിന്റെ പേരിൽ ഒരു ന്യൂനപക്ഷ യുവാവിനെ അടിച്ചുകൊല്ലുന്ന സംഭവം പോലും ഉണ്ടായി. ആൾക്കൂട്ടക്കൊലകൾ നിത്യസംഭവമാകുന്നു. ആ രാജ്യത്തിന്റെ ഭരണഘടനാ പ്രിയാമ്പിളിൽ എഴുതി വച്ചിരിക്കുന്ന മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ വെട്ടിക്കളയണമെന്ന മുറവിളിയിൽ തീവ്ര വർഗീയ ശക്തികളുടെ ഭരണഘടന അട്ടിമറി നീക്കത്തോടെ ഒരു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടി ചേരുന്ന ദയനീയ കാഴ്ച കൂടി കാണുകയാണ് ബംഗ്ലാദേശിൽ. അയൽ രാജ്യത്തെ അസ്വസ്ഥതകൾ അവസാനിപ്പിക്കാൻ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അയൽ നാട്ടിലെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് അറുതിയില്ലേ? ശ്രീ കെ വി എസ് ഹരിദാസ്, ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ ടി പി ശ്രീനിവാസൻ, ഡോക്ടർ പി ജെ വിൻസൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. അത് ഞാൻ ശ്രീ ടി പി ശ്രീനിവാസനിലേക്ക് പോകുന്നു. ശ്രീ ടി പി ശ്രീനിവാസൻ, തുടങ്ങിയിട്ട് കുറേ നാളുകളാകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അവിടെ പോവുകയും അവിടെ നമ്മുടെ ഒരു ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. പക്ഷേ ഒരു അനുകൂല പ്രതികരണമല്ല അവിടെ നിന്ന് വന്നത്. ഷെയ്ഖ് ഹസീന ഇവിടെ തുടരുന്നതിൻ്റെയും ഇവിടെ നിന്ന് പറയുന്ന പ്രസ്താവനകളെക്കുറിച്ചുമൊക്കെയുള്ള കൺസേൺ അവർ പറയുകയാണ്. ഒരു എന്താണ് അതിനെ പോസിറ്റീവ് എടുക്കാൻ കഴിയുമോ? ഇനി ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് മറ്റൊരു രാജ്യത്തെ പ്രശ്നത്തിൽ നമുക്ക് ഏത് രീതിയിലാണ് ക്രിയേറ്റീവ് ഇടപെടാൻ കഴിയുക? ശ്രീ ടി പി ശ്രീനിവാസൻ. ഇതിൻ്റെ നിർഭാഗ്യകരമായ കാര്യം ഇന്ത്യയുടെ രക്തത്തിലൂടെയാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടത്. ഇന്ന് ഇന്ത്യക്കാരുടെ രക്തത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയൊരു സംഭവം എൻ്റെ സർവീസ് കാലത്ത് തന്നെ സംഭവിച്ചു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായി എനിക്ക് തോന്നുന്നു. കാരണം ബംഗ്ലാദേശ് രൂപപ്പെട്ടപ്പോൾ വളരെയധികം സന്തോഷിക്കുകയും പാകിസ്ഥാൻ ഡിപ്ലോമാറ്റ്സിനെ ബംഗ്ലാദേശ് ഡിപ്ലോമാറ്റ്സ് ആക്കി മാറ്റാനുള്ള ശ്രമത്തിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇതുപോലൊരു കാര്യം ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. കാരണം ബംഗ്ലാദേശ് സ്വതന്ത്രമായതിന് കാരണം ഇന്ത്യയുടെ രക്തച്ചൊരിച്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതും ഇന്ന് മനുഷ്യാവകാശ ദിനത്തിൽ നമ്മളിങ്ങനെ ഒരു കാര്യത്തെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നുള്ളത് തീർച്ചയായും നിർഭാഗ്യകരം തന്നെയാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കാണാൻ ഇനിയും സമയമെടുക്കും. കാരണം വിദേശകാര്യ സെക്രട്ടറിയുടെ ഇന്നലത്തെ സന്ദർശനം തീർച്ചയായും ഒരു ഐസ് ബ്രേക്കിംഗ് സന്ദർശനമായിരുന്നു. പുതിയ ഗവൺമെൻറ്റിനോട് സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രീതി ഒരു രാജ്യത്ത് ഏതെങ്കിലും പുതിയ ഭരണം അധികാരത്തിൽ വന്നാൽ അവരോട് ചേർത്ത് പ്രവർത്തിക്കുക, അവരോട് സഹകരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം എല്ലാ കാലത്തും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു തുടക്കമാണ്. കാരണം അവരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ചരിത്രം എല്ലാവർക്കും അറിയാം. പക്ഷേ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ അവർ വധിച്ചതിന് ശേഷം തുടർന്ന് ഉണ്ടായ കാലഘട്ടത്തിലെല്ലാം വലിയ പ്രശ്നങ്ങളായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഏകദേശം 17 വർഷം നമുക്ക് നല്ല ബന്ധമായിരുന്നു ബംഗ്ലാദേശിനോട്. വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞ പോലെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പായിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രസിഡൻറ്റിൻ്റെയോ പേരിലല്ല നമ്മുടെ ബന്ധം ഉണ്ടായിരുന്നത്. ഒരു തരത്തിലും ബംഗ്ലാദേശിന് ഇന്ത്യയുടെ സഹായമില്ലാതെ പുരോഗതി നേടാൻ കഴിയുകയില്ല എന്നുള്ളത് സത്യമാണ്. ഏത് കാര്യമാണെങ്കിലും, ജലത്തിൻ്റെ കാര്യമായാലും അതുപോലെ ഇൻഡസ്ട്രിയുടെ കാര്യമായാലും ട്രേഡിൻ്റെ കാര്യമായാലും ഒക്കെ ബംഗ്ലാദേശ് ഇത്ര വളർന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സഹകരണം മാത്രമല്ല സഹായം കൊണ്ടുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോഴുള്ളത് ഒരു ഷെയ്ഖ് ഹസീനയോടുള്ള ദേഷ്യം നമ്മളോട് കാണിക്കുക എന്നുള്ളതാണ്. അത് മുഹമ്മദ് യൂനുസ് പറയുകയുണ്ടായി, ഇത് രാഷ്ട്രീയ പ്രശ്നമാണ്, ഇത് ജാതി പ്രശ്നമല്ല, ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല എന്ന്. അത് നല്ല കാര്യമാണ്. കാരണം
അതാണെങ്കിൽ ജനങ്ങളിലെ ഹിന്ദുക്കളെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട ആവശ്യം അവർക്കില്ല. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇത് രാഷ്ട്രീയ പ്രശ്നമായി തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. നമ്മളിപ്പം ഹസീനയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ആഗ്രഹത്തിലൊന്നുമല്ല പ്രവർത്തിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നത് സഹകരണവും അതുപോലെ സമാധാനവുമാണ്. അപ്പോൾ അതിൻ്റെ സന്ദേശം കൊടുത്തു കഴിഞ്ഞു. അതിനെ അവരെങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഭാവിയിലെ കാര്യങ്ങൾ. നമ്മൾ യുദ്ധം ചെയ്ത് സൃഷ്ടിച്ച ഒരു രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അത് കണക്കിലാക്കേണ്ടതുണ്ട്. അത് ഒരു തരത്തിൽ അവരെത്തുക ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരുന്ന് കാണാം. ശ്രീ പി ജെ വിൻസെൻ്റ്, അവിടെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ കയ്യേറുന്നു, അത് ആക്രമിക്കപ്പെടുന്നു, അവരെ അങ്ങേയറ്റം അരികവൽക്കരിക്കുന്നു, അവരെ ചാപ്പകുത്തുന്നു, രാജ്യത്തിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നു. എന്താണ് ഈ പറഞ്ഞ പ്രതിഷേധമായ രംഗത്തിറങ്ങിയാൽ രാജ്യദ്രോഹ കുറ്റമടക്കം കരിനിയമങ്ങൾ അവർക്കുമേൽ ലംഘിക്കുന്നു. നിർബാധമായ മനുഷ്യാവകാശ ലംഘനം അവിടെ നടക്കുകയാണ്. ഇന്ത്യ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് UN ഒക്കെ ബംഗ്ലാദേശിൽ ഇടപെടൽ എങ്ങനെയാണ് സാധ്യമാവുക? ഡോക്ടർ പി ജെ വിൻസെൻ്റ്. UN-ഉം അതുപോലെ അന്താരാഷ്ട്ര ഏജൻസികൾക്കും ഒക്കെ ഇടപെടാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ ഒരു ശക്തമായ രാഷ്ട്രമാണ്. ഈ വിഷയത്തിൽ വളരെ കൃത്യവും സൂക്ഷ്മവും തൃണമൂല തലത്തിൽ വ്യാപ്തിയുമുള്ള ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിന് ഒട്ടും മടി കാണിക്കരുത്. അതിൽ വളരെ സ്വിഫ്റ്റായിട്ടുള്ള ആക്ഷൻ വേണം. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ 2002 ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ നിഷേധിക്കുകയുണ്ടായി. അമേരിക്കയ്ക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്, നമ്മുടെ തന്നെ ഒരു ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം. 1905 ബംഗാൾ വിഭജനമുണ്ടായപ്പോൾ ഹിന്ദുക്കളും മുസ്ലിമുകളും ഗംഗാനദിയിലെ വെള്ളമെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് വന്ദേ ഭാരതം പാടി നമ്മൾ സഹോദരരാണെന്ന് പറഞ്ഞ് നടന്നുപോയ വീഥികളാണത്. പിന്നീട് മതത്തിൻ്റെ പേരിൽ വിഭജനമുണ്ടായി, 2 രാജ്യമായി. ഇന്ന് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് 2009 മുതൽ 2024 വരെ തുടർച്ചയായിട്ട് ഷെയ്ഖ് ഹസീന അധികാരത്തിലിരുന്നു. അതൊരു തരത്തിൽ എലക്റ്റഡ് ഓട്ടോക്രസി എന്ന നിലയിലേക്ക് വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ കാലത്ത് ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ ഒരു തുടർച്ച നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഏകദേശം 3 ലക്ഷം മുതൽ 30 ലക്ഷം വരെ എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. അത്രയും അധികം ആളുകൾ കൊല ചെയ്യപ്പെടുകയും 1 കോടിയോളം മനുഷ്യർ ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആവുകയൊക്കെ ചെയ്ത, ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിലെ 2ാം പാതിയിൽ ലോകം ദർശിച്ച ഏറ്റവും വലിയ കൂട്ടക്കൊലയും പലായനവും ഒക്കെ സംഭവിച്ചത് 1971 ആ ഘട്ടത്തിലാണ് ഇന്ത്യക്ക് അവിടെ ഇടപെടേണ്ടി വന്നത്. ബംഗ്ലാദേശ് ഒരു രാജ്യമായി മാറിയത്. ഈ ബംഗ്ലാദേശ് ഒരു രാജ്യമായി മാറിയതിന് ശേഷം ഒരു പരിധി വരെ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസ് ആ രാജ്യം നിലനിർത്തിയിരുന്നു, വിശിഷ്യ ഷെയ്ഖ് ഹസീനയുടെ ഭരണ കാലഘട്ടത്തിൽ. അതുമാത്രമല്ല, സമീപകാലത്ത് 2014 ഇപ്പം ശ്രീനിവാസൻ സാർ തന്നെ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള മോ ഡിപ്ലോമസി എന്ന ഗ്രന്ഥം എഴുതുകയുണ്ടായി. നരേന്ദ്രമോദിയുടെ ആദ്യത്തെ 5 വർഷത്തെ ഫോറിൻ പോളിസിയെ വിശദമായി വിശകലനം ചെയ്യുന്ന ഗ്രന്ഥമാണത്. അപ്പോൾ നെയ്ബർഹുഡ് പോളിസി വളരെ കൃത്യമായിട്ട് ആദ്യത്തെ 5 വർഷത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുവാനും അത് ശക്തിപ്പെടുത്തുവാനും സാധിച്ചു. പക്ഷേ ഇന്നത്തെ ഉയർപ്പ് മറ്റ് രൂപത്തിലാണ് കാണേണ്ടത്. 1971 സംഘർഷത്തിൽ അവിടുത്തെ ബീഹാറി മുസ്ലിമുകൾ ബീഹാറിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വിഭജന കാലത്ത് മൈഗ്രേറ്റ് ചെയ്ത മുസ്ലിമുകളാണ്. അവരെ ബീഹാറികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിഭാഗം, അതുപോലെ അൽ ബദർ, അൽ ഷാം, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ പാകിസ്ഥാൻ സൈന്യം, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ബംഗ്ലാദേശീയവാദികളെയും അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെയും വംശീയമായ ഉന്മൂലനം നടത്തിയത് 1971. അപ്പം അതിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യുന്നു, ജിനോസൈഡൽ റേപ്പ് നടന്നു ഇതിൻ്റെ ഭാഗമായിട്ട്. അത്തരം സ്ത്രീകളെ ഇപ്പോൾ ബീരാങ്കന എന്ന ബിരുദം കൊടുത്ത് പെൻഷൻ കൊടുത്ത് ബംഗ്ലാദേശ് സർക്കാർ സംരക്ഷിക്കുകയാണ്. അത് ബീഗം ഖലീദ സിയയുടെ സർക്കാരും ഷെയ്ഖ് ഹസീനയുടെ സർക്കാരും അവരെ സംരക്ഷിക്കുകയുണ്ടായി. അതേസമയം മാത്രമല്ല, അന്ന് ഈ ബംഗ്ലാദേശ് വിമോചന കാലത്ത് പാകിസ്ഥാൻ പട്ടാളത്തോടൊപ്പം ചേർന്നിട്ടുള്ള ബീഹാറി മുസ്ലിമുകൾക്ക് 2008 മാത്രമാണ് അവിടെ പൗരത്വം കിട്ടിയത്. ഇപ്പോഴും ആ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ പല സമുന്നത നേതാക്കളെയും വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഷെയ്ഖ് ഹസീന ഗവൺമെൻറ്റിനെതിരായിട്ട് ഉയർപ്പുണ്ടാവുന്നത്.
ആ ഉയർപ്പിൽ അവിടുത്തെ തീവ്രവാദ ശക്തികൾ വളരെ കൃത്യമായി ഇടപെടുകയുണ്ടായി. ഇപ്പോൾ ചീഫ് അഡ്വൈസർ എന്നതിൽ മുഹമ്മദ് യൂനൂസ് അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിലും ശരിക്കുള്ള അധികാരം ഒരു തരത്തിൽ മോബ് റൂള് ആണ് അവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തെരുവീതികളിൽ മതന്യൂനപക്ഷങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നത്. അത് ഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിമുകളും ബുദ്ധമതക്കാരും ചേർന്നിട്ടുള്ള ഒരു സമിതി അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെല്ലാം വ്യാപകമായി അക്രമത്തിന് ഇരയാകുന്നുണ്ട്. അതൊരു ട്രാൻസിഷണൽ പീരീഡിലെ സംഘർഷമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. കാരണം ഒരു വ്യവസ്ഥാപിതമായ ഗവൺമെൻറ് ഇപ്പോൾ അവിടെയുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അഡ്വൈസറുടെ റോളാണ് മുഹമ്മദ് യൂനൂസിനുള്ളത്. ഒരു താൽക്കാലിക ഗവൺമെൻറ്റാണ്, ഒരു ഇൻറ്ററിം ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഫലപ്രദമായി ലോ ആൻഡ് ഓർഡർ നിലനിർത്താൻ കഴിയുന്നില്ല എന്ന ചിത്രമാണ് അവിടുന്ന് നമുക്ക് ലഭിക്കുന്നത്. അവിടെ വ്യാപകമായ രീതിയിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മതന്യൂനപക്ഷങ്ങൾ, വിവിധ വിഭാഗങ്ങൾ, അതിൽ ഹിന്ദുക്കൾ പ്രധാനമാണ്, അതോടൊപ്പം ക്രിസ്ത്യാനികളും ബൗദ്ധന്മാരും, ഈ 3 വിഭാഗങ്ങളും വ്യാപകമായി മോബ് ലിഞ്ചിങ്ങിനും ജനക്കൂട്ടത്തിൻ്റെ ആക്രമങ്ങൾക്കും വിധേയമാവുന്നുണ്ട്. അതിൽ ഈ തീവ്രവാദ എലമെൻറ്റ്സ് വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1971 പാകിസ്ഥാനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘമായിരുന്നു ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി. ഇപ്പോൾ അവാമി ലീഗും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNPയും കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഏറ്റവും അധികം ജനസ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് അവർ. മാത്രമല്ല വിദ്യാർത്ഥി സംഘടനയിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. ഇപ്പോഴത്തെ ഈ തൃണമൂല തലത്തിലുള്ള സംഘർഷങ്ങൾക്ക് പിന്നിൽ ഇത്തരം ശക്തികളാണ് ഉള്ളത് എന്നാണ് അവിടുന്ന് കിട്ടുന്ന വിവരം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും നമ്മളുടെ സാംസ്കാരികമായ ശക്തിയും അന്താരാഷ്ട്ര സംഘടനകളിലൂടെയുള്ള സമ്മർദ്ദവും ഒക്കെ ശക്തിപ്പെടുത്തി അവിടുത്തെ സ്ട്രീറ്റ് വയലൻസ് അടിയന്തരമായി അവസാനിപ്പിക്കാൻ ഭാരതത്തിന് കഴിയണം. അതൊരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ അവിടെ ഇടപെടാൻ സാധിക്കുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. അതിനുള്ള ശക്തി നമുക്കുണ്ട്. അത് ഏറ്റവും ഫലപ്രദമായി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് പ്രശ്നം. ഏതായാലും ആഗോളതലത്തിൽ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ അരങ്ങേറുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസിൽ അത് സംബന്ധിച്ചുള്ള പരാതി പോയിട്ടുണ്ട്. അപ്പം ആഗോളതലത്തിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഒരു ബഹുജനാഭിപ്രായം രൂപപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിനെ അവിടേക്ക് അയച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അത് മതിയോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഒരു റീജിയണൽ സൂപ്പർ പവർ എന്ന നിലയിൽ, ഈ സൗത്ത് ഏഷ്യയുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഒരു ശക്തി എന്ന നിലയിൽ ഇത്ര വലിയ ഒരു സംഘർഷ ഭൂമിക അവിടെ രൂപപ്പെടുമ്പോൾ ഈ രൂപത്തിലൊരു അയഞ്ഞ സമീപനമല്ല സ്വീകരിക്കേണ്ടത് എന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശ്രീ KVS ഹരിദാസ്, ഇവിടെ മുഹമ്മദ് യൂനുസ് എന്താണ് അവിടുത്തെ ആരാധനാലയങ്ങളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അവിടെ എന്താണ് ഈ പറഞ്ഞ സാഹചര്യങ്ങളെ ഒന്ന് കാമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഫ്രിഞ്ച് എലമെൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കൊടിയ വർഗീയതയുടെ വക്താക്കൾ അഴിഞ്ഞാടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഇതര സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിച്ചതിൻ്റെ പേരിൽ പോലും യുവാക്കളെ തല്ലിക്കൊല്ലുന്ന സാഹചര്യം അവിടെയുണ്ട്. ഞാൻ ഈ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളൊന്ന് വായിക്കുക. അതിലെഴുതുന്നത് ഇങ്ങനെയാണ്: pledging that the high ideals of nationalism, socialism, democracy and secularism which inspired our heroic people to dedicate themselves to and our brave martyrs to sacrifice their lives in the national liberation of struggle shall be the fundamental principle of the constitution. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, ദേശീയത എന്നിവ അവരുടെ ഭരണഘടനയുടെ 4 പില്ലേഴ്സായി, 4 സ്തംഭങ്ങളായി പറഞ്ഞിരിക്കുന്ന ഭരണഘടനയിൽ ഈ പറഞ്ഞ സെക്കുലറിസം വെട്ടിമാറ്റണം എന്ന ആവശ്യം വളരെ ശക്തി പ്രാപിക്കുകയുമാണ്. ശരിയാണ്, നമ്മുടെ വിക്രം മിശ്ര അവിടേക്ക് പോയി 3 ആവശ്യങ്ങൾ മുന്നോട്ടേക്കൊക്കെ വെക്കുന്നുണ്ട്. മതിയായ ഇടപെടലാണോ രാജ്യം നടത്തുന്നത് ശ്രീ KVS ഹരിദാസ്? അല്ല ഹാഷ്മി ബംഗ്ലാദേശിൻ്റെ ഭരണഘടന ഉദ്ധരിച്ചതുകൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഇവിടെ പരിണിതപ്രജ്ഞനായിട്ടുള്ള TP ശ്രീനിവാസനെ പോലുള്ള ഒരു ചർച്ചയിലുണ്ട്. 1947 ഇന്ത്യ വിഭജിക്കപ്പെടുന്ന സമയത്ത് 2 രാജ്യങ്ങളും പരസ്പരം കൊടുത്ത ഒരു ഉറപ്പുണ്ട്. ഇന്ത്യ പാകിസ്ഥാനും കൊടുത്തു, പാകിസ്ഥാൻ ഇന്ത്യക്കും തന്നു. തങ്ങളുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ തങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. അത് 1950 ലിയാഖത്ത് നെഹ്റു പാക്റ്റിൻ്റെ ഭാഗം കൂടിയാണ്. പക്ഷേ 1947 മുതലുള്ള ചരിത്രം, അത് പാകിസ്ഥാനിലായിക്കോട്ടെ, കിഴക്കൻ പാകിസ്ഥാനിലായിക്കോട്ടെ, പടിഞ്ഞാറൻ പാകിസ്ഥാനിലായിക്കോട്ടെ, എന്തായിരുന്നു എന്നത് നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ അനുഭവമാണ്. ഞാൻ ഒരു ചെറിയ കണക്ക് മാത്രം ഉദ്ധരിക്കാം. 1947 വിഭജനത്തിൻ്റെ സമയത്ത്
5.9 ദശലക്ഷം മൈനോറിറ്റീസാണ് പാകിസ്ഥാനിലുണ്ടായിരുന്നത്. 5.9 ദശലക്ഷം മൈനോറിറ്റീസ്. അത് രണ്ട് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും കൂടി ചേർന്നിട്ടാണ്. ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 23.2% ഹിന്ദുസ് ആയിരുന്നു. ഇന്ന് ഏതാണ്ട് അവിടുത്തെ ജനസംഖ്യയിൽ എനിക്ക് തോന്നുന്നു ഹിന്ദുസിൻ്റെ സംഖ്യ ഏതാണ്ട് 1.5%. പാകിസ്ഥാനിലെ സ്ഥിതിയും അത് തന്നെയാണ്. അപ്പോൾ 1947 ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. 47 ഓഗസ്റ്റ് 14 ജിന്ന പാക് പാർലമെൻറ്റിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ ജിന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഈസ് എ സെക്കുലർ കൺട്രി, വിൽ ബി എ സെക്കുലർ കൺട്രി എന്നാണ്. പാകിസ്ഥാൻ വിൽ റിമെയിൻ എ സെക്കുലർ കൺട്രി എന്നാണ്. പക്ഷേ 1947 സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. എത്രയോ സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ അപമാനിക്കപ്പെട്ടു. ജീവനും കൊണ്ട് ഓടി വന്ന ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും ചരിത്രം ഡൽഹിയിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ തെരുവീഥികൾക്ക് ഇപ്പോഴും പറയാനുണ്ടാവും. അപ്പം അന്ന് തുടങ്ങിയതാണ് ഈ ഹിന്ദു വിരുദ്ധ മനോഭാവവും പ്രശ്നങ്ങളും. അത് 1971 ഇപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചു. 1971 അതിൻ്റെ ഒരു ഭീകര രൂപം നമ്മൾ കണ്ടു. ഇന്ന് വീണ്ടും അത് ആവർത്തിക്കപ്പെടുക. നമ്മൾ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ സംരക്ഷണവും കൊടുത്ത സമയത്ത് പാകിസ്ഥാൻ അത് ചെയ്തില്ല. അല്ല KVS, നമുക്ക് ചരിത്രത്തിലെ ചോരൊഴുക്ക് നോക്കിയാൽ ഒരുപാട് പറയേണ്ടി വരും. നമുക്ക് നിലവിലെ അവസ്ഥയിലേക്ക് വന്നാൽ KVS, നമ്മളെ വിക്രം മിസ്രി അവിടെ പോകുന്നുണ്ട്, മുഹമ്മദ് യൂനുസുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. അവിടെ ഇന്ത്യയുടെ ബംഗ്ലാദേശിലെ രാജ്യം എന്നുള്ള നിലയ്ക്ക് അവിടെ ജനതയുള്ള കമ്മിറ്റ്മെന്റ് അറിയിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ ദീർഘനാളത്തെ സഹകരണത്തിന്റെ ആവശ്യകത അറിയിക്കുന്നുണ്ട്. മൂന്നാമതായി മാത്രമാണ് അവിടുത്തെ മൈനോറിറ്റീസിന്റെ കാര്യം പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത പ്രസ്താവന നടത്തിയതെന്ന് നമുക്ക് അറിവില്ല. അവിടെ ഈ പറയുന്ന ന്യൂനപക്ഷ കുരുതി തുടങ്ങിയിട്ട് നാൾ കുറയായ KVS ഹരിദാസ്, ഒരു രാജ്യം ഇപ്പോൾ ശ്രീ PJ വിൻസെന്റ് പറയുന്നത് പോലെ ഇടപെടാൻ ഏറ്റവും ഉത്തരവാദിത്തമുള്ള രാജ്യം എന്നുള്ള നിലയ്ക്ക് അതേ തീവ്രതയിൽ അതേ സീരിയസ്നെസ്സിൽ നമ്മൾ ഇടപെടുന്നുണ്ടോ ശ്രീ KVS? അല്ല, ഇന്ത്യക്കാണ് ഇടപെടാൻ കഴിയുക. അതിൻ്റെ തുടക്കം ടിപ്പു ശ്രീനിവാസനെ പോലുള്ള ഒരു നയതന്ത്ര വിദഗ്ധൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വച്ചിരിക്കുന്നു, വിദേശകാര്യ സെക്രട്ടറി അങ്ങോട്ട് അയച്ചിരിക്കുന്നു. അതൊരു പോസിറ്റീവ് സിഗ്നലാണ്. അവരും കൂടി അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ്, ബംഗ്ലാദേശിലെ ഫോറിൻ സെക്രട്ടറിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി അവിടെ സന്ദർശിച്ചത് എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഇപ്പോൾ അവിടുത്തെ ഭരണകർത്താവിനെ കുറിച്ച് പലരും സൂചിപ്പിക്കും. അങ്ങേരെ അമേരിക്കയിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ കലാപം നടത്തി ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ച സമയത്ത് അയാൾ ഓടി വരികയുണ്ടായത് ഇങ്ങോട്ട്. അമേരിക്കയിൽ അങ്ങേരുടെ ബന്ധുക്കളാരൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യ ചർച്ച ചെയ്യുന്നുണ്ട് സോറോസിനെ കുറിച്ചും ബൈഡൻ്റെ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ. ആ പരമ്പരയിൽപ്പെട്ട ഒരാളായിരുന്നു ഇദ്ദേഹം, അതും മറന്നുകൂടാ. അപ്പോൾ ഈ ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ ഒരു ആഗോള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിലെ കലാപം ഉണ്ടായത് എന്നതും കൂടി നമ്മൾ വിലയിരുത്തണം എന്നാണ് എനിക്ക്. ബംഗ്ലാദേശ് ഇപ്പോഴും നമ്മുടെ സൗഹൃദ രാഷ്ട്രമാണ് ശ്രീ KVS ഹരിദാസ്. മോസ്റ്റ് ഫേവർഡ് നേഷൻ ആണ് ബംഗ്ലാദേശ് ഇപ്പോഴും. അങ്ങീ പറയുന്ന ഭാഷയുടെ എന്താണ് പകുതി ഗുരുതരാവസ്ഥയിൽ പോലും, അല്ലെങ്കിൽ പകുതി തീവ്രതയിൽ പോലും നമ്മുടെ നേതാക്കൾ ആരും പ്രതികരിച്ച് കാണുന്നില്ല ശ്രീ KVS ഹരിദാസ്. നമ്മൾ ഒരു അയൽ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നം, അത് ഹിന്ദുക്കളെ ബാധിക്കുന്നതാണെങ്കിലും ക്രിസ്ത്യാനികളെ ബാധിക്കുന്ന എന്താണെങ്കിലും അതിൻ്റേതായ നിലയ്ക്ക് നയതന്ത്ര തലത്തിൽ ഇടപെടാൻ കഴിയൂ. അതിനെ വൈകാരികമായിട്ട് സംസാരിക്കുകയല്ല വേണ്ടത് എന്ന് വിചാരിക്കുന്നവരാണ് ഇന്ത്യയുടെ ഗവൺമെൻറ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലം നമ്മൾ വൈകാരികമായി ബംഗ്ലാദേശിലെ നുഴഞ്ഞേറ്റുകാരെ പറ്റി പറയുന്നൊക്കെ വലിയവായി കേട്ടതാണ് കേട്ടോ ശ്രീ KVS. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബംഗ്ലാദേശിനെ കുറിച്ച്, അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്, അവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചൊക്കെ വളരെ വൈകാരികമായ പ്രസ്താവനകൾ കേട്ടിട്ട് അധിക നാളായില്ല ശ്രീ KVS, അധിക നാളായിട്ടില്ല. അതിൽ ധാക്ക പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതാണ്. കാശ്മീർ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ പറയുന്നത്, ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഭരണമാറ്റം വരുന്നുണ്ട്. ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. ട്രംപിൻ്റെ ഭരണം വരാൻ പോവുകയാണ്. അതിൻ്റെ ചില മാറ്റങ്ങൾ, അതിനെ തുടർന്നുള്ള ചില മാറ്റങ്ങൾ ബംഗ്ലാദേശിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
കാരണം ഇതുവരെ ഈ ഈ ഈ ഈ ഈ പറയുന്ന ഈ ഈ എന്താ പറയുക, ഒരു ഇസ്ലാമിസൈസേഷനെയും അതുപോലെ തന്നെയുള്ള ഈ ഭീകര പ്രവർത്തനങ്ങളെയും ഒക്കെ താലോലിക്കുന്ന നയം ബൈഡൻ്റെ ഭാഗത്തുണ്ടായിരുന്നു, ബൈഡൻ്റെ സന്തത സഹചാരികളുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനുള്ള അവസാനം കുറിക്കാൻ കഴിയും ട്രംപിൻ്റെ ഭരണകൂടം നിലവിൽ വന്നാൽ. അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ ബംഗ്ലാദേശിലും ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാം. ഇന്ത്യയും അത്തരത്തിൽ തന്നെയായിരിക്കും ചിന്തിക്കുക, ഡൽഹിയിലെ ഗവൺമെന്റ് ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതും മറ്റൊരു രാജ്യത്തെ പ്രശ്നമാണ്, അവരുടെ ആഭ്യന്തര കാര്യമാണ്, ആ പരിമിതി നമുക്കുണ്ട്. ശരിയാണ്. ശ്രീ ഫസൽ ഗഫൂർ, ഇവിടെ വ്യാജ പ്രചരണം ഉണ്ടാകുന്നു, അരികുവൽക്കരണം ഉണ്ടാകുന്നു, അവർ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന പ്രചരണം ഉണ്ടാകുന്നു, അവരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ഭൂരിപക്ഷ ഏകീകരണത്തിനും നീക്കമുണ്ടാകുന്നു, അവരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവരെ ആൾക്കൂട്ടങ്ങളോട് കൊലപാതകം ചെയ്യുന്നു. ലോകത്തെവിടെയുമുള്ള ന്യൂനപക്ഷ വേട്ടയ്ക്ക് ഏതാണ്ട് ഏകദാന സ്വഭാവമാണല്ലോ എന്ന് ബംഗ്ലാദേശിലെ കാര്യം നോക്കിയാൽ കൃത്യമായി തന്നെ നമുക്ക് ബോധ്യപ്പെടും. ശ്രീ ഫസൽ ഗഫൂർ, ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടുകൂടാ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ സുചിന്തിതമായ നിലപാട്. ആ നിലപാടിന് അനുസൃതമായി നമ്മുടെ രാജ്യം പ്രവർത്തിച്ചു എന്ന് കരുതാൻ കഴിയുമോ? ഇപ്പോൾ ശരിയാണ്, നമുക്ക് പരിമിതിയുണ്ട്. ഇപ്പോൾ വിക്രമ സിംഗ് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അവിടുത്തെ ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞു, ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, നിങ്ങൾ ഇടപെടാൻ വരേണ്ടതില്ല, ഇത് മൊത്തം വ്യാജ പ്രചരണമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ വിക്രം മിസ്രിയുടെ ഷുഗർ കോട്ടഡ് വാക്കുകൾക്കപ്പുറത്തേക്ക് ഇടപെടാൻ അത്ര കണ്ട് പരിമിതിയുണ്ടോ ശ്രീ ഫസൽ ഗഫൂർ? ഞാൻ പറയട്ടെ, വളരെ ഗുരുതരമാണ് സ്ഥിതിവിശേഷം. അത് ഹിന്ദുക്കൾ ആക്രമിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, ഈ അൾട്ടിമേറ്റ് എയിം ഇവരുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ഹസീന അവിടെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഒരു റിറ്റ് പെറ്റീഷൻ വന്നു. ഇവരുടെ ആൾക്കാരാണ് അത് ഫയൽ ചെയ്തത്. അതായത് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, അതിനാണ് ഇന്ത്യയിലും ഉണ്ടായത്, സെക്കുലർ എന്നുള്ളത് എടുത്ത് മാറ്റണം എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ തുടക്കം. പക്ഷേ ഇതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജിന്നയുടെ കാലത്ത്, ഇപ്പോൾ വിൻസെൻ്റ് ഉണ്ട്, അപ്പോൾ ഞാനവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുന്നില്ല, പക്ഷേ ജിന്നയുടെ കാലത്ത് മൗദൂദി ജിന്നയെ വിസിറ്റ് ചെയ്തു പാകിസ്ഥാൻ്റെ ഫോർമേഷന് ഉണ്ടായതിനു ശേഷം. എന്നിട്ട് മൗദൂദി പറഞ്ഞ നമുക്ക് പാകിസ്ഥാനൊക്കെ കിട്ടിയത്, ഇനി നമുക്കൊരു ഇസ്ലാമിക സ്റ്റേറ്റ് പ്രഖ്യാപിക്കാമെന്ന്. ജിന്ന അദ്ദേഹത്തെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന വിധത്തിലാണ് പറഞ്ഞത്. മനസ്സിലല്ലേ? ഞങ്ങളുടെ ഉദ്ദേശമൊന്നുമില്ല, ഇറ്റ് ഷുഡ് ബി എ സെക്കുലർ സ്റ്റേറ്റ് എന്നുള്ള ഉദ്ദേശമാണെന്നാണ് ജിന്ന പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല എന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ അന്ന് തൊട്ടിട്ടേ ഈ ശ്രമം നടക്കണം ഇതൊരു ഇസ്ലാമിക സ്റ്റേറ്റായിട്ട് മാറ്റാനായിട്ട്. അതുകൊണ്ടാണ് 1971 ഇവർ ഇടപെട്ടുകൊണ്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബിഹാരി മുസ്ലിംസിനെയും ഇവരുടെ കുറേ സഹവർത്തകരായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ ചേർത്ത് കൊണ്ട് ഇവർ ഇതിൽ പങ്കെടുത്തത്, ഒരു നരഹത്യയിൽ പങ്കെടുത്തത് ബംഗ്ലാദേശിൽ. ആ നരഹത്യയിൽ കൂടുതൽ ഹിന്ദുക്കൾക്ക് പരിക്കുപറ്റി, പക്ഷേ മുസ്ലിമുകൾക്കും പരിക്കുപറ്റിയിട്ടുണ്ട്. അങ്ങനെ എടുക്കണം ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം സെക്കുലറായിട്ടുള്ള മുജീബുർ റഹ്മാൻ, ഡിക്റ്റേറ്റർഷിപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ സെക്കുലറായിട്ടുള്ള മുജീബുർ റഹ്മാനെ അട്ടിമറിച്ചതിന് ശേഷം വീണ്ടും ഇവരുടെ പ്രയത്നം തുടർന്നുകൊണ്ട് ബംഗ്ലാദേശ് സിയാവുർ റഹ്മാൻ അദ്ദേഹം ഇസ്ലാമിക് സ്റ്റേറ്റ് ഇതൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, ബട്ട് ഇറ്റ് ഷാൽ ബി ദ സ്റ്റേറ്റ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതായത് മറ്റുള്ളവരുടെ അത് ഞാൻ പറയുമ്പോൾ കൂട്ടത്തിൽ ഞാൻ പറയാട്ടോ, അവിടെ 30 MP മാരുണ്ടായിരുന്നു. ഇവരെ 10% MP മാരുണ്ട് പാർലമെൻറ്റിൽ, ഹിന്ദു MP മാർ. 5 മന്ത്രിമാരുണ്ടായിരുന്നു സിയയുടെ. അപ്പോൾ ഇന്ത്യയിലാവുന്നില്ലല്ലോ, ഇപ്പോഴത്തെ സ്ഥിതി ഇല്ല, മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇവരിങ്ങനെ തക്കം പാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ റിസർവേഷൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ നിലക്ക് മനസ്സിലല്ലേ, ഇവരുടെ വലിയ അപകടമാണ് വരാൻ പോണത്. കാരണം ഇപ്പോൾ സിറിയയിൽ അപകടം വന്നിരിക്കുന്നു. സിറിയയിൽ ബഷാർ അസദ് എന്തായാലും വേണ്ടില്ല, ഒരു സെക്കുലർ സ്റ്റേറ്റിൻ്റെ ആളാണ്. മനസ്സിലല്ലേ? ഇതൊക്കെ ഇതിൻ്റെ തകരാറുന്ന ജീവിതങ്ങളെല്ലാം ഡിക്റ്റേറ്റേഴ്സായി മാറുന്നേ. സെക്കുലർ എന്ന് പറയുന്നത് സദ്ദാം ഹുസൈനും സെക്കുലറായിട്ടുള്ള അസാദും സെക്കുലറായിട്ടുള്ള ഗദ്ദാഫിയൊക്കെ അവർ നേരെ പിന്നീട് വന്ന ഡിക്റ്റേറ്റർഷിപ്പ്, അതേമാതിരി ഒരു ഡിക്റ്റേറ്റർ. അപ്പോൾ എന്ത് പ്രശ്നം പറ്റാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വരണമെങ്കിൽ അവിടുത്തെ ഹിന്ദു സമുദായത്തിന് വലിയതായിട്ടുള്ള അവരെ പാർശ്വവൽക്കരിക്കും. അവാമി ലീഗ് കാലത്ത് അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 30 MP മാരും 5 മന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഞാൻ പറഞ്ഞല്ലോ. മനസ്സിലായില്ലേ? ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ളത്. അപ്പോൾ ഇനിയപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ പ്രയാസങ്ങളാണ് നേരിടാൻ പോണത്. അപ്പോൾ ഗവൺമെൻറ്റിന് പലതരത്തിലും ഇടപെടാം. അവിടെ ഞാൻ ഇന്ദിരാഗാന്ധി ഇടപെട്ട രീതി പറയാം. ബംഗ്ലാദേശിലെ കുഴപ്പം തുടങ്ങിയപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി ഒരു വേൾഡ് ടൂറിന് പോയി. എൻ്റെ ഓർമ്മ ശ്രീനിവാസനൊക്കെ തിരുത്താം. അവരെല്ലാ ക്യാപിറ്റലിലും, അമേരിക്കയിൽ വാഷിങ്ടണിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡൻറ്റിനോട് തന്നെ അവർ പറഞ്ഞത്, നിങ്ങളിതിൽ ഇടപെടണം. നിങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞപ്പോഴാണല്ലോ 7th ഫ്ലീറ്റ് അയച്ച് അവരുടനെ തന്നെ. അപ്പോൾ നമ്മുടെ തൂപ്പുണ്ടല്ലോ ഫ്ലീറ്റും വിക്രാന്തും, അതൊക്കെ സ്റ്റേ ചെയ്യാനാണ്. അതൊക്കെ ഗൺ ബോട്ട് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെച്ചാൽ ഉപയോഗിക്കാം.
കുറച്ച് ട്രൂപ്സിനെയൊക്കെ അങ്ങോട്ടേക്ക് മാറ്റുക. ചൈനയാണല്ലേ പെട്ടെന്ന് കുറേ ഇങ്ങോട്ട് അയക്കുക, അതുമാതിരി കുറേ ട്രൂപ്സിനെ. കാരണം നമ്മുടെ വലിയ ബോർഡർ ഇതൊക്കെയാണ് ത്രിപുരയായിട്ട്, അത് അൺഫെൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡറാണത്. ത്രിപുര എന്ന് പറയുമ്പോൾ വലിയൊരു അൺഫെൻസ്ഡ് ആയിട്ട് ബോർഡർ, അവിടെ എല്ലാ സ്റ്റേറ്റ്സുമായിട്ടും ഉണ്ട്. നമ്മുടെ ബംഗ്ലാദേശിലെ എൻക്ലേവ് ആണല്ലോ ഇന്ത്യയുടെ ഉള്ളിൽ. അപ്പോൾ അതേമാതിരി തന്നെ നമ്മുടെ വിമാനമാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, നമ്മളല്ല അതിന് പകരമായിട്ട് ഇതെന്തെങ്കിലും കുഴപ്പമുണ്ടായിക്കോട്ടെ, അപ്പോൾ ഇവിടെ വല്ല മെച്ചം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം വലിയൊരു ശതമാനം ഹിന്ദുക്കളുണ്ട് അവിടെ. അതായത് അവിടെ ഈ ട്രൈബൽസിനെയും ദളിതുകളെയൊന്നും പലരെയും അതിൽ ഹിന്ദുവായിട്ട് കൂട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ 9% നിൽക്കുന്നത്. 9 മുകളിലാണ് ശതമാനം. എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു 12% ഉണ്ടാവുന്നതാണ്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ആ നിലക്ക് ഹിന്ദു സമുദായത്തിനെ ഇവർ ഒറ്റപ്പെടുത്താൻ നോക്കും ഇതിൽ. കാരണം പിന്നെ യൂനസ് ആണെങ്കിൽ വെറും ഡമ്മിയാണ്. നേരത്തെ ഹരിദാസ് പറഞ്ഞ മാതിരി തന്നെ അവിടെ പോയിരിക്കുന്നത്, അയാൾക്ക് എന്തോ റോൾ അവിടെ ഉള്ളത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് വലിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയും BNP ആണ്. അവർ തമ്മിലുള്ള ഒരു അലയൻസാണ്, എന്തല്ലേ. ആ അലയൻസ് ഇന്ത്യ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ചാൽ പഴയ 2 സ്റ്റേറ്റ് ഫോർമുല മാതിരിയായി പോകും. 2 പാർട്സ് ഓഫ് ദ സ്റ്റേറ്റ്, അതായത് പാകിസ്ഥാൻ്റെ 2 സ്റ്റേറ്റ്. അപ്പോൾ അതും ഒരു പാകിസ്ഥാൻ മാതിരിയാണ്. ഇപ്പോൾ നമുക്ക് വളരെ സൗകര്യപൂർവ്വം പാകിസ്ഥാനെ നേരിടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള, ഇപ്പോൾ ഞാൻ കുറച്ച് ബെലിജറൻ്റായിട്ടാണ് സംസാരിക്കുന്നത്, കാരണം ഇതിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ചരിത്രപരമായിട്ട് നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ, മനസ്സിലായി, ഏറ്റവും സൗഹാർദ്ദപൂർവ്വം ഉണ്ടായിരുന്ന പിന്നെ നേരത്തെ ഹരിദാസ് പറഞ്ഞ അതിൻ്റെ പേര് നെഹ്റു ലിയാഖത്ത് പാക്ട് എന്നാണ്. അതനുസരിച്ചിട്ടാണ് അവിടുത്തെ ആൾക്കാരെ നമ്മൾ സംരക്ഷിക്കുന്നത്, ഇവിടുത്തെ ആൾക്കാർ അവിടെ സംരക്ഷിക്കും എന്നൊക്കെ പറയുന്നത്. ശരി, അത് സംരക്ഷിച്ചോ ഇല്ലയോ, പെർസെൻറ്റേജ് താഴത്തോട്ട് പോയോ ഒക്കെ വേറെ വിഷയമാണ്. പക്ഷേ എന്നാൽ കൂടി ഞാൻ വീണ്ടും പറയാണ്, ഇപ്പം അത്ര വലിയൊരു റയറ്റിലോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുള്ള വമ്പിച്ച റയറ്റ്സ് ഉണ്ട്, മൊറാദാബാദ്, മുസഫർപൂർ, അല്ലെങ്കിൽ ബെൽച്ചി ദളിത് റയറ്റ് ബെൽച്ചിയിൽ, മനസ്സിലായി, അല്ലെങ്കിൽ അതുമാതിരിയുള്ള പല റയറ്റുകളും, മനസ്സിലായില്ലേ മാതിരി. ആ ലെവലിലോട്ട് ഇത് പോയിട്ടില്ല, പക്ഷെ അത് പോകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഓഫീസ് ഏതെങ്കിലും ഗവൺമെൻറ്റിലെ ഒരു സെക്രട്ടറിയോ അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സിലെ അംബാസഡർമാരെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിലൊരു ഡയറക്റ്റായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. അത് കേന്ദ്ര ഗവൺമെൻറ് ആയിട്ട് മിനിസ്റ്റീരിയൽ ലെവലിൽ ഉണ്ടാവണം. അതാണ് ഇന്ദിരാജി ചെയ്തത്. അവർക്ക് ഇടപെടാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു ടൂറിന് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ജനാധിപത്യം ഇല്ല. ഷെയ്ഖ് ഹസീനയുടെ കാലത്തുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഡീപ്പ് സ്റ്റേറ്റുകളാണെന്നേ ഈ പാകിസ്ഥാനും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് ഇറാഖും ഇതൊക്കെ സാധനങ്ങളൊക്കെ ഒരു ഡീപ്പ് സ്റ്റേറ്റുകളാണ്. അപ്പോൾ ആ ഡീപ്പ് സ്റ്റേറ്റുകളെ നേരിടാനായിട്ട് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ കൂടിയാണ് ബംഗ്ലാദേശ്. അതെല്ലാം നമ്മൾ നോക്കണം, പ്രത്യേകിച്ച് അവിടെ നമുക്കറിയാലോ. അപ്പോൾ ആ നിലക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഇതിവിടെ ഫെസ്റ്റർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കമ്മ്യൂണൽ സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതെ നമ്മൾ ഉടനടി നമ്മൾ ശ്രീലങ്കയിൽ ഇടപെട്ടില്ലേ, നമ്മൾ മാൽദീവ്സിൽ ഇടപെട്ടിട്ടില്ലേ, നമ്മുടെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് നമ്മൾ അയച്ചിട്ടില്ലേ, ആ ബിയാഫ്ര സംഭവത്തിലൊക്കെ. ഇന്ത്യൻ എന്ന് വെച്ചാൽ UN പറഞ്ഞിട്ടുള്ള പീസ് കീപ്പിംഗ് ഫോഴ്സ്, മനസ്സിലല്ലേ. അപ്പോൾ അതിലൊക്കെ ഇടപെടുന്ന രീതിയിൽ, അത് രീതി എന്താണെന്നുള്ളത് എന്നെക്കാട്ടും ശ്രീനിവാസൻ അറിയാം. കാരണം ബീയിങ് ഒരു ഗവൺമെൻറ് ഹയസ്റ്റ് ലെവലിലുള്ള ഞാനപ്പോൾ വായിച്ചതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. TP ശ്രീനിവാസൻ, അവിടെ നടക്കുന്നത് ഒരു ന്യൂനപക്ഷ വേട്ടയാണ് എന്ന് പോലും ഉറപ്പിച്ച് പറയുന്നില്ല നമ്മുടെ നേതാക്കൾ. പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു, അതിനോട് അനുകൂലമായ സമീപനം ആരും സ്വീകരിച്ചു കണ്ടില്ല. ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ, പ്രധാനമന്ത്രി ആവട്ടെ, അമിത്ഷാ ആവട്ടെ, അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരാവട്ടെ, ഇപ്പോൾ യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ ബംഗാൾ BJP ഒക്കെ രാഷ്ട്രീയ പ്രേരിതം എന്തോ പറയുന്നതല്ലാതെ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഒഫീഷ്യലി കുറച്ച് കടുപ്പിച്ച വാക്കുകൾ പറഞ്ഞ് നമ്മൾ കേട്ടില്ല. അത്രത്തോളം പരിമിതി നമുക്കുണ്ടോ TP ശ്രീനിവാസൻ? എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ സമയമൊക്കെ വലിയ വേട്ട നടക്കുകയാണ്. വലിയ എന്താണ് വംശഹത്യ സമാനമായ സംഭവം അവിടെ ആവർത്തിക്കുമ്പോൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതില്ലേ TP ശ്രീനിവാസൻ? നമ്മൾ സ്ഥിതിയുടെ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്സ് വളരെ ശരിയാണ്. നമ്മളെല്ലാം ഒരുപോലെയാണ് അഭിപ്രായം അതിൽ കാര്യത്തിൽ. കാരണം സിറ്റുവേഷൻ വളരെ വഷളാണ്. പക്ഷേ അതിന് ചില നടപടികൾ വേണം. അത് പെട്ടെന്നൊരു 71 റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ സൈന്യത്തെ അയക്കാനൊന്നും ഇപ്പോൾ അതിനുള്ള സാധ്യതകളില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഡിപ്ലോമാറ്റിക് വഴി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രമേ എന്തെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത് അധികം നാൾ നീണ്ടു നിൽക്കുകയില്ല. കാരണം ബംഗ്ലാദേശ് എന്നുള്ളൊരു രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ ആവശ്യമാണ്. വെള്ളമായാലും ട്രേഡായാലും ഇലക്ട്രിസിറ്റി ആയാലും കമ്മ്യൂണിക്കേഷൻസ് ആയാലും അവരുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആയാലും എല്ലാം ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അവർ നമ്മളെക്കാളും മുന്നിലെത്തി ഒരു സമയത്ത് GDP ഗ്രോത്തിൽ. അതിനാരാണ് കാരണക്കാർ? ഇതൊക്കെ അവർക്കറിയാവുന്നതല്ലേ.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അത്ര വഷളാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. നമ്മൾ അഭിപ്രായങ്ങൾ പറയുക, ഇന്നതിലൊക്കെയാണ് നമുക്ക് പ്രശ്നമുള്ളതെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുമല്ലോ ഇന്ത്യയുടെ ശക്തി. നമ്മൾ പറഞ്ഞിട്ട് അവരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്ര സംഭവിച്ചുള്ളൂ. ഇപ്പോൾ ഇതിൽ കൂടുതൽ വഷളാക്കണമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ നേരത്തെ ഹരിദാസ് പറഞ്ഞ പോലെ ട്രംപിൻ്റെ ഒരു എമർജൻസി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ. ഇപ്പോൾ ലോകം മുഴുവൻ ട്രംപിൻ്റെ എപ്പോഴാണ് അധികാരത്തിൽ വരുന്നതെന്ന് കാത്തിരിക്കുകയാണ്. സിറിയയിൽ അവർ ചെയ്ത് ട്രംപ് വരുന്നതിന് മുമ്പ് ചെയ്യുക എന്നുള്ള മട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നുകിൽ അതിന് മുമ്പ് കാര്യങ്ങൾ നേടുക, അല്ലെങ്കിൽ അദ്ദേഹം വന്നതിന് ശേഷം കാര്യങ്ങൾ നേടുക എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ലോകത്ത് മുഴുവൻ ഇപ്പോഴും ഉള്ളത്. അതിൽ നമ്മൾ എന്ത് സ്വീകരിക്കണം? ട്രംപ് തിരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അദ്ദേഹം എടുത്തു പറഞ്ഞു, ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ ഇത് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദുസിനെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ അമേരിക്കയെ ഇൻവോൾവ് ചെയ്തെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അമേരിക്ക ഇൻവോൾവ് ചെയ്തിട്ടാണ് സംഭവിച്ചതെങ്കിൽ വളരെ പ്രധാനമാണ് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം അതെങ്ങനെ പറ്റി, എന്തുകൊണ്ടാണ് ബൈഡൻ ഈ നിലപാടെടുത്തത്, അവരെന്തുകൊണ്ടാണ് ബേ ഓഫ് ബംഗാളിൽ ഐലൻഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഹസീനയ്ക്കെതിരായിട്ട് പോയത്, ഇതൊക്കെ ഇനിയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു ടർബുലൻസ് ഉള്ള സമയത്ത് നമുക്കിപ്പോൾ പെട്ടെന്ന് ആർമിയെ അയക്കാനോ അല്ലെങ്കിൽ ഇടപെടാനോ ഒന്നും കഴിയുകയില്ല. അതിനുള്ള ഒരു സന്ദേശമാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് നല്ല കൺസേൺ ഉണ്ട്. അത് ഡിപ്ലോമാറ്റിക് തരത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മളവിടെ പോയി സംസാരിച്ചു. ഇതിന് ശേഷം നമുക്കറിയണം ഇപ്പോൾ അവർ തമ്മിൽ എന്താ സംസാരിച്ചത്. ഇപ്പോൾ ഫോറിൻ സെക്രട്ടറിയുടെ ടോക്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കില്ല. നമ്മൾ കേട്ടതെല്ലാം നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അത് മാത്രമായിരിക്കില്ല സന്ദേശം കൊടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കാറുള്ളത്. നമ്മൾ വളരെ സാവധാനത്തിൽ ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഇന്ത്യൻ ആർമി അങ്ങോട്ട് അയച്ചാൽ എന്താണ് സംഭവിക്കുക? വലിയൊരു മനുഷ്യക്കുരുതി തന്നെയായിരിക്കും അവിടെ നടക്കുക. അതിലൊരു അർത്ഥം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ശ്രീ ഹരിദാസിൻ്റെ സമീപനത്തോടാണ് എനിക്ക് താല്പര്യം. കാരണം നമ്മൾ ഇൻറ്റൻസീവായിട്ട് അവരോട് സംസാരിക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, വിത്ത് എ സ്റ്റിക്ക് ഇൻ അവർ ഹാൻഡ്സ്. അത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും ഇപ്പോൾ ചെയ്യാൻ നമുക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പോൾ തന്നെ എനിക്ക് ഇദ്ദേഹത്തിന് അറിയാം, പുതിയ ഭരണാധികാരി. അദ്ദേഹം ആൻറ്റി ഇന്ത്യനൊന്നും അല്ല. അദ്ദേഹം ഇന്ത്യയോട് ചേർന്ന് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഹിലാരി ക്ലിൻ്റനും ക്ലിൻ്റനും ഒക്കെ ആയിട്ട് ഉള്ള ബന്ധം, ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഒരു നോബൽ പ്രൈസ് കിട്ടിയതും അത്രയൊരു പ്രശസ്തി അദ്ദേഹത്തിന് ലഭിച്ചതും. അപ്പോൾ അദ്ദേഹം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഇതിനെ ഒരു യുദ്ധക്കളത്തിലേക്ക് മാറ്റാൻ അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക്കായിട്ട് കുറച്ചും കൂടെ ശക്തമായിട്ട് സംസാരിക്കുക. പക്ഷേ ഒരു ആക്രമണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി എക്സസൈസിലേക്കോ പോകാൻ ഉള്ള സമയമായിട്ടില്ല. ശ്രീ പി ജെ വിൻസെൻ്റ്, ഇവിടെ എന്താണ് നമ്മൾ പോയി സംസാരിക്കുന്നു പറ്റുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വരും മുമ്പ് ഇപ്പോൾ വിക്രം മിശ്രി അവിടെ ചർച്ച നടത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. And I conveyed our concerns, including those related to the safety and welfare of minorities. We also discussed some regrettable incidents of attacks on cultural, religious and diplomatic properties. We expect overall a constructive approach on all these issues by the Bangladesh authorities, and we look forward to moving the relationship forward in a positive, forward-looking and constructive direction. അങ്ങനെ കടുത്ത വാക്കുകളൊന്നുമില്ല ശ്രീ പി ജെ വിൻസെൻ്റ്. പ്രതീക്ഷാപൂർവ്വം തന്നെ അത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന വിദേശകാര്യ സെക്രട്ടറി. ഇവിടെ ഷെയ്ഖ് ഹസീന നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നു. അവർ ഇവിടെ നിന്ന് നടത്തുന്ന പ്രസ്താവനകൾ ആ രാജ്യത്ത് ബംഗ്ലാദേശിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്ന് അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി ഇതിനെ തുടർന്നുള്ള പ്രതികരമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകാനുള്ള തീരുമാനം അതൊരു പാളിപ്പോയ തീരുമാനമാണോ ശ്രീ പി ജെ വിൻസെൻ്റ്? അല്ല, അത് സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് സംഭവിക്കുന്നതാണ്. ഏത് ഭരണാധികാരിയാണെങ്കിലും അവർ അഭയം ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് കൊടുക്കും. മാത്രവുമല്ല, ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയ ഒരു പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. നരേന്ദ്രമോദിയും ഹസീനയും സഹോദരന്മാരെ പോലെ ആയിരുന്നല്ലോ പെരുമാറിയിരുന്നത്. അവരുടെ സംഭാഷണങ്ങളിൽ പോലും എൻ്റെ സഹോദരി എന്ന് പലപ്പോഴും നരേന്ദ്രമോദി അഭിസംബോധനയൊക്കെ ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഭരണാധികാരിയുമായിട്ടും അവിടുത്തെ രാജ്യവുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും വളരെ അടുത്ത സൗഹൃദം ഇന്ത്യ പുലർത്തിയിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് ഒരു രാഷ്ട്രീയ അഭയം തേടുന്ന സന്ദർഭത്തിൽ ഇന്ത്യ അഭയം കൊടുത്തത് സ്വാഭാവികമാണ്, അത് സംഭവിക്കാം. അതുപോലെ സിറിയയുടെ സൗഹൃദ രാജ്യമാണ് റഷ്യ. അതുകൊണ്ടാണ് ബാഷർ അൽ അസദ് രക്ഷപ്പെട്ട് മോസ്കോയിലേക്ക് പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞു അതൊരു കാരണമായി അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കുറച്ചുകൂടി ആക്രമണം നേരിടേണ്ടി വരുന്നെങ്കിൽ അതുകൊണ്ടാണ് എൻ്റെ ചോദ്യത്തിന്റെ പ്രസക്തി ശ്രീ വിൻസെന്റ്. അങ്ങനെയുണ്ട്. അല്ല, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം ഇന്ത്യയും രണ്ടും രണ്ടാണല്ലോ. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിലെ പൗരന്മാരാണ്. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനാണ്. അവർ ബംഗ്ലാദേശിൻ്റെ പൗരന്മാരാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ ഇന്ന് ശക്തമായൊരു ഭരണക്രമമില്ല. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അവിടുന്ന് ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്നു. അവിടെ ഒരു ഇൻ്ററിം ഗവൺമെൻറ്, താൽക്കാലിക ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ തലവൻ സർക്കാരിൻ്റെ ഉപദേഷ്ടാവ് എന്ന പേരിലാണ് അവിടെ അധികാരം കൈയാളുന്നത്. അദ്ദേഹത്തിന് അവിടെ ധാക്കയിലും മറ്റ് നഗരങ്ങളിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഹിന്ദുക്കൾ മാത്രമല്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾ വ്യാപകമായി മോബ് ലിഞ്ചിങ്ങിന് വിധേയമാകുന്നു, ആൾക്കൂട്ട അക്രമത്തിന് വിധേയമാകുന്നു. അത് തടയാൻ കഴിയുന്നില്ല. അവിടെ സ്റ്റേറ്റിൻ്റെ തകർച്ചയുടെ ചിത്രമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സ്റ്റേറ്റ് ഇല്ല, ഭരണകൂട തകർച്ചയുടെ ചിത്രം ബംഗ്ലാദേശിൽ നിന്ന് അവിടെ കിട്ടുന്നു. അത്തരത്തിൽ ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഡിപ്ലോമസിയുടെ മാർഗത്തിലൂടെ തന്നെ പറ്റുള്ളൂ. ശ്രീനിവാസൻ സാർ പറഞ്ഞ വളരെ ശരിയാണ്. നമുക്കിപ്പോൾ പട്ടാളത്തെ അങ്ങോട്ട് അയക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. പക്ഷേ സമ്പൂർണമായ തകർച്ചയിലേക്ക്, ഇപ്പോൾ സിറിയയിലൊക്കെ സംഭവിച്ചതുപോലെ ഒരു വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് ആ രാജ്യം കുത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം അഭയാർത്ഥികൾ വരുന്നത് ഇന്ത്യയിലേക്കായിരിക്കും. അത്തരത്തിലൊരു വ്യവസ്ഥയുടെ തകർച്ച ഉണ്ടാവാതെ നോക്കാൻ നമുക്ക് കഴിയണം. അതിനൊരു പ്രൊവാക്റ്റീവായിട്ടുള്ള ഇൻ്റർവെൻഷൻ വേണ്ടി വരും. ആ നിലയ്ക്കാണത് പറയേണ്ടത്. അതുപോലെ കെ വി എസ് ഹരിദാസ് സാർ പറഞ്ഞതിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഞാനിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ 13.1 മില്യൺ ഹിന്ദുക്കളാണ് അവിടെയുള്ളത്. അത് അവരുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 7.95%. അതുപോലെ പല ട്രൈബൽ വിഭാഗങ്ങളെയും ഹിന്ദു എന്ന ഗണത്തിൽ പെടുത്തിയിട്ടില്ല. അവർ മുസ്ലിമുകളുടെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ച് വളരെ കറക്റ്റാണ്. ഒരു 12% ആളുകൾ അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് 1.3 എന്ന മറ്റോ കെ വി എസ് ഹരിദാസ് സാർ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയല്ല, 7.95% ടോട്ടൽ പോപ്പുലേഷൻ്റെ ഹിന്ദുക്കളാണ് അവിടെയുള്ളത്. അതേസമയം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 23-24% ഉണ്ടായിരുന്നത് കുറഞ്ഞു. ഏകദേശം 1 കോടിയോളം മനുഷ്യർ 1971 ഇന്ത്യയിലേക്ക് 71 പലായനം ചെയ്തതിൽ 80% ഹിന്ദുക്കളുമാണ്. അതും ഒരു വാസ്തവമാണ്. അപ്പോൾ ആ രാജ്യം സമ്പൂർണ്ണമായ ഒരു തകർച്ചയിലേക്ക് പോകാതെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ആ രാജ്യത്തിൻ്റെ സിവിൽ സൊസൈറ്റി വർഗീയവൽക്കരിക്കപ്പെടുന്നത് തടയാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അതാണ് പ്രധാനപ്പെട്ട വിഷയം. അവിടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന പ്രതിപക്ഷ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി അവിടെ ഹാർഡ് കോർ ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നു. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആവട്ടെ സോഫ്റ്റ് ഇസ്ലാമിസ്റ്റ് നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. ഇവർ തമ്മിൽ ഒരു ഐക്യപ്പെടലുണ്ടായിരിക്കുന്നു. അതോടൊപ്പം ഗ്രാമാന്തരങ്ങളിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ തീവ്രവാദ ആശയങ്ങളെ പ്രചോദിതമായി ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന സംഘങ്ങൾ ശക്തമാണ്. സ്റ്റേറ്റ് ഓർഡർ തകർന്നിരിക്കുന്നു. അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ എങ്ങനെ ഇന്ത്യക്ക് സഹായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ലോകത്തെവിടെയും നടക്കുന്ന ന്യൂനപക്ഷ വേട്ട, അവരെ ഒഴിവാക്കൽ, അവരെ ചാപ്പുകുത്തൽ, ഇതിന് ഒരു ഏകദാനക സ്വഭാവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ സമാനമായ അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ ശ്രീ പി ജെ വിൻസെന്റ്. സമാനമായ അനുഭവങ്ങളുണ്ട്. ഇപ്പം വലതുപക്ഷ മുന്നേറ്റം, അതിനെ നമ്മൾ കൺസർവേറ്റീവ് റെവല്യൂഷൻ എന്നല്ലേ പറയുന്നത്. ഈ കൺസർവേറ്റീവ് റെവല്യൂഷൻ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലതുപക്ഷ ശക്തികൾ അധികാരം പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒന്നുകിൽ മതവർഗീയതയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും, വംശീയ ദേശീയതയെ അടിസ്ഥാനമാക്കിയായിരിക്കും, പ്രാദേശിക വാദത്തെ മുൻനിർത്തിയായിരിക്കും. ഇത്തരത്തിലുള്ള നാഷണലിസ്റ്റ് ജിങ്കോയിസം, ഇപ്പോൾ ഇസ്ലാമിസ്റ്റ് നാഷണലിസ്റ്റ് ജിങ്കോയിസമാണല്ലോ അവിടുത്തെ ഈ സ്ട്രീറ്റ് വയലൻസ് നടത്തുന്ന ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ ആശയത്തിന് വിരുദ്ധമായ മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കുക എന്ന രീതിയിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ കേരളത്തിൽ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ
കഴിഞ്ഞ 2 ദിവസങ്ങളായി ഹാഷ്മിക്ക് അറിയാം, കേരളത്തിൽ എത്രയോ ചാനലുകൾ നമ്മൾ സിറിയൻ വിഷയം ചർച്ച ചെയ്തു. പക്ഷേ ഇപ്പോഴാണ് ഇവിടെ വന്നിരുന്ന് ബംഗ്ലാദേശ് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ പോലും ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്? എനിക്ക് വലിയ സങ്കടം തോന്നിയ ഒരു കാര്യമാണ്. കാരണം സിറിയയിലെ വിഷയം ചെറുതാണ് എന്ന അഭിപ്രായം അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായ കാര്യമാണ് നമ്മുടെ അയൽപക്കത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധമുണ്ട്, നമ്മുടെ നയങ്ങളുമായി ബന്ധമുണ്ട്, നമ്മുടെ രാഷ്ട്രീയത്തെ നിർണായകമായി ബാധിക്കുന്നതാണ്. അത്തരം പ്രശ്നത്തെക്കുറിച്ച് നമ്മളുടെ പൊതുസമൂഹം അറിഞ്ഞിട്ടും ചർച്ച ചെയ്യുന്നില്ല. അത് കേരളത്തിലെ കാര്യം പറയുന്നത്, അത് മീഡിയ കൂടി സ്വയം വിമർശനാത്മകമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എത്രയോ ചർച്ചകൾ സിറിയയുമായി ബന്ധപ്പെട്ട് നടത്തി. എന്തുകൊണ്ട് ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് വിവിധ ചാനലുകളിൽ പോയി ചർച്ച ചെയ്യാനുള്ള അവസരം എനിക്കും ഉണ്ടായി. ആ മേഖലയിൽ പഠിച്ച ഒരാളെന്ന നിലയിൽ സന്തോഷത്തോടുകൂടി ചർച്ചയിൽ പങ്കെടുത്തു. പക്ഷേ ഈ ബംഗ്ലാദേശ് വിഷയം അത് ഇന്ത്യയുടെ നയ കാര്യങ്ങളിലും ഇന്ത്യയിലെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിനെയും, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ ഇവിടെ നിൽക്കുകയാണ്, അതിനെല്ലാം നിർണായകമായി ബാധിക്കുന്ന ഒന്നാണ്. അതിൽ ത്രിപുരയിൽ ബംഗ്ലാദേശിൻ്റെ മറ്റേ അവരുടെ ഇതിന് നേരെ ആക്രമണം ഉണ്ടായല്ലോ. അപ്പോൾ അതവർ അടച്ചുപൂട്ടി, അവർ കോൺസുലേറ്റ് അടച്ചുപൂട്ടി പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ആസാമിലെ അതുപോലെ ത്രിപുരയിലെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ വലിയ പ്രാധാന്യമുള്ള, അതിനേക്കാളൊക്കെ തന്ത്രപരമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിലിഗുരി കൊറിഡോറാണ്. ആ മേഖല നമ്മളുടെ ഒരു ബോട്ടിൽ നെക്കാണ്. അപ്പം ഭൂട്ടാൻ അതിർത്തിയിലെ ദോക്ലാമിൽ നിന്ന് ഈ സിലിഗുരി ബ്ലോക്കേഡ് ചെയ്യാനുള്ള ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായിട്ടായിരുന്നു ചൈനീസ് പട്ടാളം ദോക്ലാമിലേക്ക് കടന്നു കയറിയത്. അങ്ങനെയാണല്ലോ ദോക്ലാം സംഘർഷം ഉണ്ടാകുന്നത്. ഇപ്പോഴും ഈ മേഖലയിൽ ഒരു നിയന്ത്രണം മറ്റേതെങ്കിലും ശക്തികൾക്ക് കിട്ടിയാൽ നമ്മുടെ 7 സംസ്ഥാനങ്ങൾ, 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഇല്ലാതാവും. അതുകൊണ്ട് ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യ വിരുദ്ധ ഗവൺമെൻറ് വരുന്നത് ഇന്ത്യയുടെ ദേശ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത്തരത്തിൽ വലിയ പ്രാധാന്യം ഇതിനകത്തുണ്ട്. ഈ പ്രാധാന്യത്തോടുകൂടി ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ക്ലാസും പൊതുസമൂഹവും ബംഗ്ലാദേശിൽ ഇപ്പോൾ വരുന്ന മാറ്റങ്ങളെ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും വേണം. അതല്ലാതെ ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നം എന്ന നിലയ്ക്ക് ചുരുക്കി അവതരിപ്പിക്കുന്ന ഒരു ശീലവും കാണുന്നുണ്ട്. അത് ശരിയല്ല, ആ അർത്ഥത്തിലല്ല കാണേണ്ടത്. മറിച്ച് നമ്മളുടെ ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന ഒരു സിംഗിൾ യൂണിറ്റാണ് യഥാർത്ഥത്തിൽ. അവിടെ ഒരു വലിയ പ്രദേശമാണ് ബംഗ്ലാദേശ്, നമ്മുടെ എൻക്ലേവാണ്. അത് ഫസൽ ഖബൂർ സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഉണ്ടാകുന്ന ചെറു ചലനങ്ങൾ പോലും നമ്മളെ സ്വാധീനിക്കും, നമുക്ക് അവരെയും സ്വാധീനിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വെയിറ്റ് ആൻഡ് സീ എന്ന പോളിസി നമുക്ക് സിറിയയുടെ കാര്യത്തിൽ സ്വീകരിക്കാം. പക്ഷേ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ അത് സ്വീകരിക്കുന്നത് ശരിയല്ല. സാധ്യമായ മുഴുവൻ മാർഗങ്ങളിലൂടെയും ഇടപെടണം എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്. അതിനാണ് നമ്മുടെ നിലപാട്. മാത്രമല്ല സാർ പറഞ്ഞു എന്തുകൊണ്ട് ചർച്ചയ്ക്കെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യത്തിനകത്ത് നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് അതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ സംസാരിച്ചാൽ മതിയാവുകയുള്ളൂ. ന്യൂനപക്ഷങ്ങൾ അതേത് രാജ്യത്താണെങ്കിലും ഏതെങ്കിലും തരത്തിൽ അരികുവൽക്കരിക്കപ്പെടാനോ വേട്ടയാടപ്പെടാനോ പാടുള്ളതല്ല. ശ്രീ കെ വി ശ്രീദാസ്, താങ്കൾ തുടക്കത്തിൽ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് മറ്റൊരു രാജ്യത്തിനകത്ത് നടക്കുന്ന ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ നമ്മുടെ പരിമിതിയെക്കുറിച്ചും ഇടപെടേണ്ട സാവകാശത്തെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു. വെയിറ്റ് ആൻഡ് സീ എന്ന നിലപാടിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ആ സാവകാശം നല്ലതാണ് എന്ന് പറഞ്ഞാൽ ആ സമചിത്വം നല്ലതാണ്. പക്ഷേ ഇതിനോടകം തന്നെ യോഗി ആദിത്യനാഥിനെ പോലെയുള്ളവർ അത് ഇതിനകത്തെ, ഇന്ത്യക്കകത്തെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിനകത്തെ രാഷ്ട്രീയ പ്രശ്നമാക്കാൻ എന്താണ് സമ്പലിലെയും ബംഗ്ലാദേശിലെയും DNA ഒന്ന് തന്നെയാണ് തുടങ്ങിയ വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയ പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്. അതുകൂടി അങ്ങേപ്പോലുള്ളവർ ഇടപെട്ട് തടയേണ്ടതല്ലേ ശ്രീ കെ വി ശ്രീദാസ്? അല്ല, ഇതിപ്പോൾ ബംഗ്ലാദേശിലേത് ഒരു ന്യൂനപക്ഷങ്ങൾക്കെതിരായ കടന്നാക്രമണമാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും നിർണയപ്രായമുണ്ടോ? പാങ്കർ എന്ന നിലയിൽ നിങ്ങൾ തന്നെ ആ കാര്യം സൂചിപ്പിച്ചില്ലേ? എനിക്കൊരു തർക്കമില്ല കാര്യത്തിൽ. 100% ആക്രമിക്കപ്പെടുകയാണ്, വംശഹത്യ ചെയ്യപ്പെടുകയാണ്, അരികവൽക്കരിക്കപ്പെടുകയാണ്, ചാപ്പകുത്തപ്പെടുകയാണ്. അല്ല, അതെ, അതൊരു വംശീയ കലാപമാണ്, വംശീയമായ അക്രമമാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും രണ്ടാഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിലുപരി കാശ്മീർ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതൊരു അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരായ നീക്കം മാത്രമല്ല. നേരത്തെ ചിലരൊക്കെ സൂചിപ്പിച്ചു, ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ സഹോദരിയെ പോലെ പെരുമാറുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് അകറ്റാനുള്ള ഒരു കുൽസിത ശ്രമം കൂടി അതിൻ്റെ പിന്നിലുണ്ട്, ഒരു ഗൂഢപദ്ധതിയും കൂടിയുണ്ട്. അത് ഇവിടെ തുടങ്ങിയതല്ല. നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള റാപ്പോർട്ട് എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എത്ര അടുത്ത ബന്ധമായിരുന്നു 2 രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നേ. അവിടെ ചൈന വന്ന് കയറി ഇന്ത്യ വിരുദ്ധ മനോഭാവം വളർത്തി ഇന്ത്യക്ക് എതിരായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നടത്തിയത് നമുക്കറിയാം. ഭൂട്ടാനിൽ കടന്നു കയറി, ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബന്ധവും നമുക്കറിയാം. ഭൂട്ടാനിൽ കടന്നു കയറി കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് നമുക്കറിയാം.
അപ്പോൾ ഇങ്ങനെയുള്ള ആഗോള തലത്തിലുള്ള നീക്കങ്ങൾ പല കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. അതിൽ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമല്ല, ഞാൻ പറഞ്ഞേ, അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വലിയ ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ശക്തി കേന്ദ്രം പണം കൊടുത്ത് ആളെ സംഘടിപ്പിച്ച് കുഴപ്പമുണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല. അത് നേപ്പാളിൽ നമ്മൾ കണ്ടു, ഇപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടു, മാലിയിൽ നമ്മൾ കണ്ടു, ശ്രീലങ്കയിൽ നമ്മളിടയ്ക്ക് കണ്ടിരുന്നു. അത്തരം ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ശക്തികളെ തടയേണ്ടത് കൂടിയുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട്. അതിനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒരു ക്രൂഷ്യൽ ജങ്ചറാണ്, ക്രൂഷ്യൽ പോയിൻ്റാണ്. വി വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. അത് ഈ ഇന്ത്യ വിരുദ്ധ മനോഭാവത്തിൽ മാത്രമല്ല, ആഗോള തലത്തിലുള്ള ഇത്തരം ശക്തികളുടെ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് മാറ്റമുണ്ടാക്കാൻ വഴിവെക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റൊന്നു കൂടിയുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ വിൻസെൻ്റ് മാഷുണ്ട്, ഡോക്ടർ ഫസൽ ഗഫൂറും ഉണ്ട്. ഇവർ രണ്ടുപേരും ഇത്തരം വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ളവർ തന്നെയാണ്. കാശ്മീർ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇസ്ലാമിക് നേഷൻസിൽ ഇപ്പോൾ ഒരു സൗദി അറേബ്യ ഉണ്ടാവാം, UAE ഉണ്ടാകാം, ബഹ്റിൻ ഉണ്ടാകാം, അതുപോലെ ഒമാൻ ഉണ്ടാകാം. അങ്ങനെ ഏതാനും ചുരുക്കം ചില രാജ്യങ്ങൾ ഒഴിച്ചാൽ പല രാജ്യങ്ങളിലും ഇന്ന് കലാപം പൊട്ടിപ്പുറപ്പെടുകയല്ലേ, ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയല്ലേ. ഇപ്പോൾ സിറിയയെക്കുറിച്ച് വിൻസെൻ്റ് മാഷ് സൂചിപ്പിച്ചു. അതൊരു ചെറിയ പ്രശ്നമാണോ? ഡമാസ്കസ് നമുക്കറിയാം. പണ്ട് നമ്മൾ കേരളത്തിലൊക്കെ ചർച്ച ചെയ്യുന്ന ജാക്കബൈറ്റ് ചർച്ച് ഉണ്ടല്ലോ, പെന്തക്കോസ്റ്റല്ല, മറ്റേ പാട്രിയാർക്കിയുടെ ആ പാത്രിയാർക്കീസിൻ്റെ താവളമായിരുന്നു. അത്രമാത്രം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു അവിടെ, അത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാത്രിയാർക്കിയ ബാബ പോലും താമസിക്കുന്നത് മറ്റു സ്ഥലത്താണെന്നാണ്. അപ്പോൾ അങ്ങനെ ഈ ഇസ്ലാമിക് നേഷൻസിൽ ഉണ്ടാകുന്ന ഈ സംഘർഷമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു വേരുകളുണ്ട്. ആ വേരുകൾ ബംഗ്ലാദേശിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നത് മറച്ചു വെച്ചുകൂടാ. അതിന് പല കാരണങ്ങളും ഉണ്ടാവും. ചില സ്ഥലത്ത് തീവ്രവാദികളായിരിക്കാം, ഭീകരവാദികളായിരിക്കാം, ചില സ്ഥലത്ത് വേറെ ചില മതമൗലികവാദികളായിരിക്കാം. ഇതൊക്കെ തന്നെ ലോകത്ത് അസമാധാനം സൃഷ്ടിക്കുന്നു, ശാന്തി നഷ്ടപ്പെടുത്തുന്നു എന്നത് നമ്മൾ കാണണം. അതിന് തടയിടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിറിയ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ആൻഡ് സീ അപ്രോച്ച് എടുക്കാം. പക്ഷേ ബംഗ്ലാദേശ് നമ്മുടെ പല സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് കൂടി അവിടെ ഉണ്ടാകുന്ന ചലനങ്ങൾ നമ്മുടെ പല സംസ്ഥാനങ്ങളിലും അനുരണനങ്ങൾ ഉണ്ടാക്കും എന്ന വസ്തു കൂടി കണക്കിലെടുത്ത് ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ നീക്കത്തെ വെയിറ്റ് ആൻഡ് സീ എന്ന അപ്രോച്ചിൽ രാജ്യത്തിന് ഇരിക്കാൻ കഴിയുമോ ശ്രീ KVS? ഞാൻ പറയുന്നത് പട്ടാളം പുറപ്പെടണമെന്നല്ല, അതല്ലാതെ കുറച്ചുകൂടി സ്ട്രിഞ്ചന്റ് ആക്ഷൻ നമുക്ക് കഴിയില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് നയതന്ത്ര തലത്തിൽ നമ്മളൊരു നീക്കം തുടങ്ങി വെച്ചു. 2 ദിവസമായിട്ടുള്ളൂ. അവിടെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ഡൽഹിയിൽ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അതിന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ. മാത്രമല്ല, നമ്മൾ അതിർത്തിയിൽ വളരെ കോഷ്യസാണ്. BSF വളരെ കോഷ്യസ് ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വന്ന് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച അവിടുത്തെ ഇതേ ശക്തികളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വളരെ വിജിലൻ്റാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ ഇത്തരം മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഒരു ആഭ്യന്തര സംഘർഷം, ഒരു ഭരണകൂടമില്ലാത്ത ദുരവസ്ഥ, ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്ത്യ മാത്രം സ്വീകരിക്കേണ്ട നിലപാടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ത്യക്ക് നിലപാട് എടുക്കേണ്ടി വരും, എടുത്തേ പറ്റുള്ളൂ. പക്ഷെ അതിന് നമ്മൾ കുറച്ച് സമയം കൂടി കൊടുക്കുക. പോയിട്ട് ഇപ്പോൾ ശ്രീനിവാസൻ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ശ്രീനിവാസ് സൂചിപ്പിച്ചല്ലോ. വിദേശകാര്യ സെക്രട്ടറി അവിടെ പോയിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ ഭരണ തലവനെ കണ്ടു, അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ ചർച്ചയുടെ ചിത്രമൊക്കെ നമ്മൾ കണ്ടു. പുറത്ത് പറയുന്നതും സംസാരിച്ചതും തമ്മിലുള്ള വ്യത്യാസവും കൂടി നമ്മൾ മനസ്സിൽ കാണണം. നമ്മൾ നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ടാകും. അവിടെ നേരെ ചൊവ്വി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള സൂചന ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരതിലേക്ക് വരാൻ കാലതാമസം ഉണ്ടാകില്ല. കുറച്ച് സമയം നമുക്ക് കാത്തിരിക്കാം, നമുക്ക് വേക്കൻസി. എന്തായാലും പക്ഷേ അതിന് കഴിഞ്ഞ് അവരുടെ പ്രതികരണം എന്താണ്? ഇതൊക്കെ ഇന്ത്യൻ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വ്യാജങ്ങളാണ്, പ്രൊപ്പഗണ്ടയാണ്.
മാത്രമല്ല ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ രാജ്യത്തെ ആഭ്യന്തര കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്നൊരു നിഷേധക്കുറിപ്പാണ് കേട്ടോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ശ്രീ KVS, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഫസൽ ഗഫൂർ, അവിടെ ഇപ്പോൾ എന്താണ് ഈ ദേശദ്രോഹ കുറ്റം ആരോപിച്ച് പിടിയിലായിരിക്കുന്ന അവിടെ അവരുടെ ദേശീയ പതാകയെ അധിക്ഷേപിച്ചു എന്ന കുറ്റത്തിൽ സെഡീഷൻ UAP ആണെന്ന് അറിയില്ല, സെഡീഷൻ ചാർജ്, രാജ്യദ്രോഹ അടക്കം ചുമത്തി അകത്ത് കിടക്കുന്ന ഈ പറയുന്ന സന്യാസി മുന്നോട്ട് വെക്കുന്ന പ്രതിദാനങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളിലൊന്ന് അവിടെ അന്യാധീനപ്പെട്ട ക്ഷേത്ര സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ സഹായിക്കണം എന്നുള്ളതാണ്. അതിനെ അവിടെ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഈ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷങ്ങളുടെ സ്വത്ത് മൊത്തം കവരാൻ വരുന്നു എന്നുള്ള രീതിയിൽ വ്യാജ പ്രൊപ്പഗണ്ട അവിടെ നടക്കുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ, ഈ പറയുന്ന പ്രതിഷേധിക്കാൻ രംഗത്തിറങ്ങുന്നവരെ കൂട്ടമായി ഈ പറയുന്ന രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചുകൊണ്ട് തടങ്കലിലേക്ക് അടക്കുകയാണ്. എവിടെയൊക്കെ ഒരു ഏകതാനത നമുക്ക് തോന്നാം. ലോകത്തെല്ലായിടത്തും നടക്കുന്ന ന്യൂനപക്ഷ വേട്ടകൾ ഒരു സമാനത നമുക്ക് കാണാം. ശ്രീ ഫസൽ ഗഫൂർ, എന്താണ് ഇന്ത്യക്ക് മുന്നിലുള്ള അൾട്ടിമേറ്റ് അടുത്ത വഴി? ആദ്യം ഒരു പോയിന്റ് പറയട്ടെ. അവിടെ തീർച്ചയായിട്ടും ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്. അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എന്തല്ലേ, വിക്രം മിശ്രി പരാജയപ്പെട്ടാൽ നമ്മൾ വിക്രാന്തിനെയും വിക്രമാദിത്യം എന്ന് പറഞ്ഞിട്ടുള്ള വിമാനവാഹിനി കപ്പലുകളെ ഭീഷണിപ്പെടുത്താൻ അയക്കണം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അല്ലാതെ യുദ്ധത്തിന് ഗൺബോട്ട് ഡിപ്ലോമസി എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. നെക്സ്റ്റ് ഞാൻ വരാൻ പോണ ഒരു കാര്യം, അതായത് ഇത് ശരിക്കും ഇത് വെറും ഹിന്ദുക്കൾക്ക് എതിരായിട്ടുള്ള പോരാട്ടമല്ല. ഈ പോരാട്ടം അവാമി ലീഗിൻ്റെ ആൾക്കാർക്കെതിരായിട്ടുണ്ടെന്ന്. അവരെ വീടുകൾ തല്ലിപ്പൊടി, അവർ മുസ്ലിമുകളാണ്, അവർ തല്ലിപ്പൊടി ഇതാക്കുക. അതേമാതിരി തന്നെ അവരെ ഒരുപാട് പേര് ചുട്ടുകൊന്നു, അവരെ ഒരുപാട് പേരെ വെടിവെച്ചു കൊന്നു. അതിൻ്റെ മുമ്പ് മുജീബിനെ തന്നെ വെടിവെച്ചു കൊന്നില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു തുടർച്ചയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ സെക്യുലറിസ്റ്റുകളും ഈ ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള ഒരു വലിയൊരു പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടെ. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഒന്നും കൂടെ വിപുലീകരിച്ച് PJ പറഞ്ഞ് എന്നോട് ചെല്ലാം. പണ്ട് സുഹൃത്തുക്കളായിരുന്ന എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 പാകിസ്ഥാൻ വിട്ടോ, മുകളിൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും അധികം അടുത്ത സുഹൃത്ത്, ശത്രു. ഇപ്പോൾ നേപ്പാൾ, ഞാൻ ചെറുപ്പകാലത്തൊക്കെ വിസ ഇല്ലാന്ന് അപ്പോൾ അവിടെ പോകാനായിട്ട് നമ്മൾ ഇന്ത്യക്കാരായിട്ടാണ് വെച്ചിരുന്നത്. ഇപ്പുറത്തെ ഭാഗത്ത് നമുക്കറിയാം മാൽഡീവ്സ് ആയിട്ടുള്ളതും ചുറ്റുമൊക്കെ. ഇനി വേറെ വലിയ ഡേഞ്ചർ പറഞ്ഞുതരാം. ഇപ്പോൾ കംപ്ലീറ്റ് ജോയിൻറ്റ് ഫൈറ്റർ JF-17 എയർക്രാഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചൈന അവിടെ പോയിട്ട്, ഓൺ ലൈസൻസ് വിത്ത് പാകിസ്ഥാൻ. സ്റ്റെൽത്ത് അത് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു മിലിറ്ററി നമ്മളെന്താ പറയുക, അതിനൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗൺബോട്ട് മറ്റേ ഉപയോഗിച്ചില്ല, നമ്മളൊരു ഭീഷണിയെങ്കിലും നമ്മൾ പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഇങ്ങനെ തണുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. ഞാൻ പറയാനുള്ള ഒരു കാരണം അതാണ്. ഇപ്പം ഞാൻ പിന്നെ ഏറ്റവും വലിയ നമ്മൾ നേരത്തെ പറഞ്ഞ ചിക്കൻ ഇത് എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ അല്ല, അതിനെക്കാട്ടൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് മിസോറാം, അവിടെ കലാപം ഉണ്ടായിട്ടുണ്ട്. നാഗ കലാപം ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ല? ആസാമിൽ ഉൾഫയുടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ സിസ്റ്റേഴ്സിൽ എല്ലായിടത്തും, ത്രിപുരയിൽ ഒരു ഇൻസർജൻസി ഗ്രൂപ്പുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മ ചെയ്യാൻ അതെ ഒരുവിധപ്പെട്ട മണിപ്പൂർ, മനസ്സിലായില്ലേ? എല്ലാ സ്ഥലത്തും നമ്മൾ അവിടെ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ത്രൂ ബംഗ്ലാദേശ്, മനസ്സിലായില്ലേ, ചൈന ഇടപെടാൻ തുടങ്ങിയാൽ, ഇപ്പോൾ ചൈനയുടെ ഏരിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈന അവരുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ക്വാഡ് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ക്വാഡിനെയൊക്കെ ചൈന അത് ഇങ്ങനെയാണ് ചൈന അതിനെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓസ്ട്രേലിയനെയും ജപ്പാനെയും പിടിച്ചിട്ടല്ലോ കാര്യം നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ നിലക്ക് വലിയ ഒരു സൈനികമായിട്ട് ഇത് നാറ്റോ സിയാറ്റോ എന്നൊക്കെ പറഞ്ഞ സെറ്റപ്പ് ഉണ്ടായിരുന്ന മാതിരി, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്ന മാതിരി ഒരു സംഭവത്തിലോട്ടാണ് പോകുന്നത്. അത് ശ്രീ ഹരിദാസ് പറഞ്ഞത് അവിടെ ഞാൻ യോജിക്കുകയാണ് ആ കാര്യത്തിലുള്ളത്. പിന്നെ PJ പറഞ്ഞ മാതിരി തന്നെ ഇന്ന് ഞാൻ രാവിലെ പത്രങ്ങൾ നോക്കി, സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, നമ്മുടെ ഒരു കാര്യപ്പെട്ടൊരു പത്രത്തിൽ ഇന്നത്തെ ഇതിൻ്റെ ഒരു ന്യൂസ് പോലും ഇല്ലാന്നേ. ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറുതായിട്ടാണ്. ആ പത്രങ്ങളിലൊക്കെ ആ കാര്യം വലിയ കാര്യമായിട്ട് ബഷാർ അസാദ് അങ്ങോട്ട് ഓടിപ്പോയി എന്നുള്ള, അതിപ്പോൾ അവിടെ സ്ഥിരം പരിപാടിയാണല്ലോ. ഓടൽ ഇറാഖ് യുദ്ധം, ഇറാൻ മറ്റേ PJ വിൻസെന്റ്, പാകിസ്ഥാന്റെ കാര്യം പറയേണ്ട, ചൈനയുമായുള്ള ബന്ധം വഷളായിരുന്നു. അതിപ്പോൾ റിപ്പയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ തീവ്രമായി നടന്നുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശുമായുള്ള ബന്ധം ഏത് നിലയിലേക്ക് പോകുമെന്ന് പറയാൻ കഴിയുന്നില്ല. നേപ്പാളുമായി പോലും പഴയ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഭൂട്ടാൻ്റെ കാര്യം നേരത്തെ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞു. നമ്മുടെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയാണോ ശ്രീ PJ വിൻസെന്റ്? തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കേണ്ടതാണ്. അപ്പം വളരെ പ്രതീക്ഷ നൽകിയ ഒരു ഫോറിൻ പോളിസി ഇനിഷ്യേറ്റീവായിരുന്നു നെയ്ബേഴ്സ് ഫസ്റ്റ്, അയൽക്കാർ ആദ്യം നയം. പക്ഷേ അത് വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശും ഭൂട്ടാനും ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധം നിലനിർത്തി പോന്നിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശും ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പുതിയ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ അവിടെ വരികയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയൊരു ഭരണകൂടം ഉണ്ടായാലും
അത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കും ജമാഅത്തെ ഇസ്ലാമിക്കും വലിയ സ്വാധീനമുള്ള ഒരു ഭരണകൂടം. ശരി സാർ, എൻ്റെ സമയം എൻ്റെ സമയം പൂർണ്ണമായി കഴിയുകയാണ്. എന്തായാലും ആ ബന്ധപ്പെട്ട നന്നാവട്ടെ. അവിടുത്തെ ന്യൂനപക്ഷ വേട്ട, ന്യൂനപക്ഷ കുരുതി, അവരെ അരികുവൽക്കരണം അടക്കമുള്ള അങ്ങേയറ്റം നിഷേധാത്മക സമീപനം അവസാനിക്കട്ടെ, എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത